നമസ്കാരം. നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം വിവാദങ്ങൾ നടക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഇതിൻ്റെ നേട്ടങ്ങൾ അവകാശപ്പെട്ടു എന്നാണ് വലിയൊരു ആരോപണം. നമുക്കറിയാം, കേരള ഗവൺമെൻറ് 5000 കോടി രൂപ അതെന്തിന് കൊടുത്തതാണ്? അതും എല്ലാവർക്കും അറിയാം. 5000 രൂപ കൊടുത്തത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കില്ലാത്ത ഒരു മാനദണ്ഡം, അതായത് കേരളത്തിൽ ഭൂമിക്ക് വില കൂടുതലായതുകൊണ്ട്, ഭൂമി കിട്ടാനുള്ള പ്രയാസം കൊണ്ട് ആ ഭൂമി വാങ്ങി കൊടുക്കാനുള്ള പണം സംസ്ഥാന സർക്കാർ നൽകണം എന്ന് കേന്ദ്രം നിഷ്കർഷിച്ചതുകൊണ്ടാണ് നമ്മൾ 5000 കോടി രൂപ കൊടുത്തത്. ആ 5000 കോടി തന്നെ കിഫ്ബിയിലൂടെ നമ്മുടെ നാട്ടിൽ മറ്റ് റോഡുകൾക്കും കെട്ടിടങ്ങൾക്കും ആവശ്യമായ ഫണ്ട് കിഫ്ബിയിലൂടെ സ്വരൂപിച്ച പണം, ആ പണമാണ് വകമാറ്റിയിട്ട് നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദിഷ്ട NH 66 സ്ഥലമെടുത്തിന്, അതായത് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തത്. അങ്ങനെ കൊടുത്ത ഭൂമിയിലാണ് കേന്ദ്രം റോഡ് പണിതത്. അപ്പോൾ റോഡിൻ്റെ പണിയിൽ 100 കണക്കിന് കോടി രൂപയാണ് ഓരോ കിലോമീറ്ററിനും ചിലവാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചിലവാക്കുന്ന സമയത്ത് വിശ്വസ്തരായ കരാറുകാരെ ഏൽപ്പിക്കേണ്ടതും ടെൻഡർ വിളിക്കുന്നതും ആ പ്രവൃത്തി വേണ്ട രൂപത്തിൽ നടത്താനുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ കേന്ദ്രത്തിന് ഉത്തരവാദിത്തമാണ്. സ്വാഭാവികമായും ഈ പ്രവൃത്തിയുടെ ഭൂമി ഏറ്റെടുത്ത് കൊടുത്ത സംസ്ഥാന സർക്കാർ ഇതിൻ്റെ പ്രവർത്തനം വീക്ഷിക്കും, അതിൻ്റെ നേട്ടം അവകാശപ്പെടും, ഉറപ്പല്ലേ? ഇപ്പോൾ ഞാനൊരു 10 സെൻറ്റ് ഭൂമി കൊടുത്ത് ആ ഭൂമിയിൽ ഒരു വില്ലേജ് ഓഫീസ് കെട്ടിടം പണി പൂർത്തിയായാൽ ഞാനതിൻ്റെ മേനി പറയും, എൻ്റെ ഭൂമിയിൽ ഉണ്ടാക്കിയ കെട്ടിടമെന്നുള്ള സ്വാഭാവികമാണ്. അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരും ഇവിടെ ഒരു ഭൂമി, അതായത് ഈ റോഡിനാവശ്യമായ ഭൂമി ഒരു കാലത്ത് നടക്കാത്ത പല ഗവൺമെൻറ്റുകളും ശ്രമിച്ച് പരാജയപ്പെട്ട ഒരു പ്രവൃത്തി, അതായത് റോഡിനാവശ്യമായ ഭൂമി വാങ്ങിക്കൊടുക്കുന്നു. അങ്ങനെ കേന്ദ്രം അതിൽ ടെൻഡർ വിളിച്ച് പ്രവൃത്തി നടത്തിക്കുന്ന സമയത്ത് അശാസ്ത്രീയമാണെങ്കിൽ ആ അശാസ്ത്രീയതയുടെ ഉത്തരവാദിത്തം ആർക്കാണ്? കേന്ദ്രത്തിനാണ്. കേന്ദ്ര ഗവൺമെൻറ്റാണ് അതിന് ഉത്തരം പറയേണ്ടത്. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീപിടുത്തമുണ്ടായി. അപ്പോൾ PMSSY പദ്ധതി പ്രകാരം എനിക്ക് തോന്നുന്നത് 195 കോടി രൂപ, ഈ 195 കോടി രൂപയിൽ 60 കോടി സംസ്ഥാന ഗവൺമെൻറ്റാണ് കൊടുത്തത്. മാത്രമല്ല അതിൽ 60% കേന്ദ്രമാണ്, 63% കാണാം, 66%. അപ്പോൾ ഏതാണ്ട് 100 കോടിയിൽ പരം കേന്ദ്രം, 120 കോടിയോളം കേന്ദ്രം കൊടുത്തതാണ്. അപ്പോൾ ആ ഫണ്ട് ആ ചെലവഴിക്കാൻ, ആ കെട്ടിടം നിർമ്മിക്കാനുള്ള ഭൂമി സംസ്ഥാനം കൊടുത്തതാണ്. 60 കോടിയോളം രൂപയും സംസ്ഥാനം കൊടുത്തു. പക്ഷേ അതിൻ്റെ ടെൻഡർ, മറ്റ് പ്രവർത്തനങ്ങളൊക്കെ തന്നെ കേന്ദ്രമാണ് ചെയ്തത്. ആ കെട്ടിടമാണ് ഇപ്പോൾ കത്തിപ്പോയിരിക്കുന്നത്. അതിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാനം ഏറ്റെടുക്കണം. ഇപ്പോൾ സംസ്ഥാനം ഭൂമി കൊടുത്തു, 1/3 പണവും കൊടുത്തു, ഞങ്ങൾ കെട്ടിടം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. സംസ്ഥാന ഗവൺമെൻറ് ഭൂമി ഏറ്റെടുത്ത് കൊടുത്തു, ഞങ്ങൾ ഹൈവേ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ ആ നിർമ്മാണ പ്രവൃത്തി ടെൻഡർ കൊടുത്ത ആളുകൾക്കാണ് ഉത്തരവാദിത്വം. ഇവിടെ എല്ലാവർക്കും കേന്ദ്രത്തിലെ BJP ഗവൺമെൻറ്റിൻ്റെ അഴിമതിക്കെതിരെ ശബ്ദിക്കാൻ മടിയാണ്. അവർക്കെതിരെ ഒരു വിമർശനവുമില്ല. എല്ലാം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തലയിൽ വെച്ചുകൊണ്ട് ഈ പ്രവൃത്തിയെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യണം. ഇപ്പോൾ ഇത്രയും കോടി, ഏതാണ്ട് 700 കിലോമീറ്ററോളം നീളത്തിലുള്ള ഹൈവേയിൽ 1-2 സ്ഥലത്താണ് അപാകത ഉണ്ടായിരിക്കുന്നത്. അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലായിരുന്നു. പക്ഷെ ആ അപാകതയുടെ മുഴുവൻ, ഈ റോഡ് മുഴുവൻ അപാകതയാണ്, ഈ റോഡ് മുഴുവൻ തകരാൻ പോവുകയാണ് എന്നുള്ളൊരു ഭീതി ജനങ്ങളിൽ ഉണ്ടാക്കുകയും തന്നെയല്ല അതിൻ്റെ ഒക്കെ ഉത്തരവാദി സംസ്ഥാന ഗവൺമെൻറ്റാണെന്ന് പറയുന്ന ഒരു വിവരക്കേടിനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. വളരെ അബദ്ധമാണ്. അങ്ങനത്തെ പ്രചരണം നടത്തരുത്. നിങ്ങൾ കേന്ദ്രത്തിൽ ഈ പദ്ധതിക്ക് ടെൻഡർ വിളിച്ച് ഈ പ്രവൃത്തി നോക്കുന്ന, ഇതിന് ഫണ്ട് കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനോടാണ് നിങ്ങൾ പറയേണ്ടത്. സംസ്ഥാനത്തോട് എന്തിന് സംസ്ഥാനത്തിന് ഇങ്ങനെ വിമർശിക്കുന്നത്? കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആ റോഡിലൂടെ നടന്ന് ഫോട്ടോ കൊടുത്തതിനോ റീല് കൊടുത്തതിനോ അതെന്താ പ്രശ്നം? സംസ്ഥാനം കൊടുത്ത ഭൂമിയിൽ റോഡ് ഉണ്ടാക്കുന്നു, അത് കൊടുക്കുന്നതിന് തെറ്റ്. പക്ഷെ റോഡ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് അതിൽ ഇടപെടാനുള്ള അധികാരമൊന്നും സംസ്ഥാന ഗവൺമെൻറ്റിനില്ല. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പണി വേഗം തീർക്കാൻ പറയാം, ജനങ്ങളെ യാത്രാ പ്രശ്നം പരിഹരിക്കണമെന്ന് പറയാം. അല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ എഞ്ചിനീയറിംഗ് അതിൻ്റെ വിഭാവനം ചെയ്യുന്നത് കേന്ദ്രമാണ്. വെറുതെ കുതിര കയറരുത്, അത് ശരിയല്ല, ശരിയായ സമീപനമല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നന്ദി, നമസ്കാരം.